ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന മുത്തശ്ശിക്ക് കുഴമ്പൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ മുട്ടിന് ഭയങ്കര വേദനയാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശി വൈജയന്തി അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനോട് ആഗ്രയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല മുത്തശ്ശി, എന്താ ചോദിച്ചേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ നല്ല സ്ഥലമാണ് കാണാൻ. അപ്പം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി പോയിട്ടുണ്ടോ ആഗ്രയിൽ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഒരു തവണ പോയിട്ടുണ്ട്. ഗംഗാധരൻ്റെ മൂത്ത കുട്ടീനെ പ്രസവിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, അന്നാണോ വൈജ മേഡം അങ്ങോട്ട് വന്നിട്ടുള്ളത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അല്ല, അന്ന് അവൾ വന്നില്ല. അവൾ വന്നത് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, മേഡം അവിടെ ടീച്ചറായി വർക്ക് ചെയ്തിരുന്ന കാര്യമൊക്കെ മുത്തശ്ശി ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അത് ശരിയാ, അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ശാസ്തമംഗലത്ത് നിന്ന കാര്യമൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല, മുത്തശ്ശിയല്ലാതെ എന്നോട് പറഞ്ഞത്, അതെന്നോട് പറഞ്ഞത് മനുവേട്ടനാ. തിരുവനന്തപുരത്ത് ഒരു രാവുണിയമ്മാവനുണ്ടായിരുന്നില്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഉണ്ട്, അതെൻ്റെ നേരാങ്ങളെയാ, ഇപ്പം മരിച്ചുപോയി. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ആ, ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ മേഡം തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ മനുവേട്ടൻ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ അവൻ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല. വേറെ എന്താ പറയാനുള്ളത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ല, ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞതാ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ലെന്നേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അതെന്തെങ്കിലും ആവട്ടെ, എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലും ഇരുന്നോട്ടെ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ എന്തുട്ടാ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ലെന്നേ, ഇപ്പം എന്തിനാ മുത്തശ്ശി ഈ കാര്യമൊക്കെ എടുത്തിട്ടത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ ആഗ്രയുടെ ചരിത്രമൊക്കെ അറിയാമെന്ന് നീ വൈജയോട് പറഞ്ഞായിരുന്നോ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അതെന്നെ അന്ന് പിരിച്ചുവിടുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് തട്ടി വിട്ടതല്ലേ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആഗ്രയിൽ എന്ത് ചരിത്രം? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ചുമ്മാ തട്ടി വിട്ടതല്ലേ, അല്ലാതെ എനിക്കെന്തറിയാനാ? അല്ല മുത്തശ്ശി, ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവിടെ എന്ത് സംഭവിക്കാൻ? ഒന്നുമില്ല. അപ്പം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, മേഡത്തിന് ആരോടെങ്കിലും ഇഷ്ടമോ ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലും? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ. നീ ചുമ്മാ വേണ്ടാതേനൊന്നും പറയല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആഗ്രയിലെ ചരിത്രം അറിയാമെന്ന് പറഞ്ഞത് മേഡത്തിനോടാ. മേഡം അത് വന്ന് മുത്തശ്ശിയോട് പറയാനും മുത്തശ്ശി അത് എന്നോട് ചോദിക്കാനും ഇപ്പം എന്താ കാരണം? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ മേഡം ഒന്ന് വരേണ്ടത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവൾ വരണ്ടിട്ടൊന്നല്ല, വൈജ നിന്നെ പേടിക്കാനോ? കൊള്ളാം, നല്ല കാര്യമായി. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഇതുവരെ എനിക്ക് ആഗ്രയെ പറ്റി വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പായി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്നുമില്ലടി, ഞാനല്ലേ പറഞ്ഞു നിന്നോട് ഒന്നുമില്ലാന്ന്. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊന്നും അറിയണമെന്നൊന്നുമില്ല, ഞാൻ മുത്തശ്ശി ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ തന്നെ അവൾ ആഗ്രയിൽ പോയി വന്നിട്ട് 10-22 വർഷം കഴിഞ്ഞു. എന്തിനാ ഇനി കുഴിച്ചു മൂടിയ സാധനങ്ങളൊക്കെ തുറന്നു നോക്കുന്നത്? അതൊക്കെ എന്നേ ദ്രവിച്ചു പോയി. അപ്പം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, പണ്ട് കുഴിച്ചിട്ടത് എന്താ മുത്തശ്ശി? മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അത് മനുഷ്യനെയും മൃഗത്തിനെയും ഒന്നല്ല, കുറച്ച് സംഭവങ്ങളാണ്. മതി നീ എന്നെ തിരുമ്പിയത് പോ എന്ന് പറഞ്ഞിട്ട് അലീനനെ ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഓ അപ്പോഴേക്കും പിണങ്ങിയോ? അപ്പം മുത്തശ്ശി വീണ്ടും കൈ നീട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇന്നാ തിരുമ്പിക്കോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് കിച്ചണാണ് കേട്ടോ. കിച്ചണിലാണെങ്കിൽ നിറയെ പാത്രങ്ങൾ കഴുകാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് അലീന വരുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ കഴുകി വെക്കണം എന്നുണ്ട്. അതേസമയം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അലീനോട് പാത്രങ്ങളൊന്നും കഴുകരുതെന്ന്. എന്നാലും വേറെ ആരും സഹായത്തിനില്ലാത്തതുകൊണ്ട് അലീന തന്നെ പാത്രം കഴുകാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൃഷ്ണമോൾ അലീനനെ വിളിക്കുന്നുണ്ട്, ചേച്ചി എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാനിവിടെയുണ്ട്. ഇത് കേട്ട് കൃഷ്ണമോൾ കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്നാ പണിയായി കാണിക്കുന്നത്? ഇങ്ങ് മാറിയേ, ഞാൻ കഴുകാം. എന്നിട്ട് കൃഷ്ണമോൾ പാത്രം കഴുകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ വേണ്ട, മേഡം കണ്ടാൽ വഴക്ക് പറയും.
അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ, ആ മേഡം ഇങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട്. കൃഷ്ണമോൾ ഇങ്ങനെ സഹായിക്കുന്നത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആ സമയം വൈജയന്തി കയറി വരുന്നുണ്ട് കേട്ടോ അടുക്കളയിലേക്ക്. കൃഷ്ണമോൾ പാത്രം കഴുകുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേടി? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ, പഠിക്കുക, പുസ്തകം മാത്രം പഠിച്ചാൽ പോരല്ലോ, പാത്രം കഴുകാനും പഠിക്കണ്ടേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ഈ ജോലിയൊക്കെ ചെയ്യാനാ ഇവളെ നിർത്തിയിരിക്കുന്നേ. അപ്പോൾ കൃഷ്ണമോൾ പറയാണ് കേട്ടോ, ഇവൾക്കിപ്പോൾ വേണ്ടതേ റെസ്റ്റാ, അതാരും പറഞ്ഞില്ലേ മേഡത്തിനോട്? ഇങ്ങനെ നിന്ന് പാത്രം കഴുകുമ്പോഴേ വയറിൻ്റെ മസിൽസിനാ പിടുത്തം, അതാരും പറഞ്ഞില്ലേ മേഡത്തിനോട്? ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വൈജയന്തി പറയുന്നുണ്ട്, വന്ന് നിനക്ക് എന്തും പറയാമെന്നായോ? നിന്റെ തർക്കുത്തരം കുറേ കൂടുന്നുണ്ട്. ഞാനോള് ഒരുപാട് തല പൊക്കണ്ട കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആ ഗ്രഹണ സമയത്ത് ഞാനോളിനും തല പൊക്കാമെന്നാ. അപ്പോൾ വൈജയന്തി അലീനോട് പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു ചായ എടുക്ക്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ, ആ എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് നിൽക്ക് ചേച്ചി, അതാണ് ഈ മേഡത്തിന് ഇഷ്ടം. അങ്ങനെ വൈജയന്തി ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട് കേട്ടോ, നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇത്രയും വേണം, നമുക്കും പിടിച്ചു നിൽക്കണ്ടേ? അങ്ങനെ അലീന ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അലീന വാല് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചോറും കറിയൊക്കെ ഉണ്ടോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, കറികളൊക്കെ കുറവാണെന്നേ ഉള്ളൂ, എന്നാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് റെസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ടോ? അപ്പോൾ അലീന ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് വെച്ചൊരു ചമ്മന്തി അരച്ചാൽ മതി. നീ അന്ന് ഉണ്ടാക്കിയത് നല്ല രസമുണ്ടായിരുന്നു, അത് കൂടി തന്നെ ചോറുണ്ണാൻ പറ്റും. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ആ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, പതുക്കെ മതി, ധൃതിയൊന്നും വെക്കണ്ട. അങ്ങനെ ബാലേന്ദ്രൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഊണ് കഴിച്ചില്ല എന്ന് അലീന പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ എനിക്ക് പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും പോകാനൊന്നുമില്ലല്ലോ, ഞാൻ ഈ ഒരേ കിടപ്പന്നല്ലേ കിടക്കുന്നത്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഞാൻ ഈ റൂമിൽ ഒരു TV സെറ്റ് ചെയ്ത് തരാം, അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാമല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ആ ഞാൻ ഈ കാര്യം ഇന്നാൾ വൈജയോട് പറഞ്ഞതാ, അപ്പോൾ അവൾ പറയുക, ഇനി ഇവിടെ TV വെച്ചിട്ട് വേണം അലീന TV കണ്ടുകൊണ്ടിരിക്കുക, വീട്ടിൽ പണിയൊന്നും എടുക്കാണ്ടിരിക്കാൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മ വേഗം എഴുന്നേറ്റ് നടക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതിരുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, പിന്നെ എന്നാ ചെയ്യാനാ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, സാരില്ല, നമുക്കെല്ലാം ശരിയാക്കാം. അമ്മയുടെ ഫോൺ എവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, സൈലൻറ്റിലിട്ടേക്കാണോ? അപ്പോൾ മുത്തശ്ശി തപ്പിത്തെറിഞ്ഞ് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ. ബാലേന്ദ്രൻ ഓൾറെഡി അതിലൊരു കോൾ റെക്കോർഡിംഗ് ആപ്പ് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ആപ്പ് ഓണാക്കി അതിലത്തെ റെക്കോർഡഡ് കോൾസൊക്കെ തൻ്റെ വാട്സപ്പിലേക്ക് അയക്കുന്നുണ്ട് ബാലേന്ദ്രൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുത്തശ്ശിയുടെ ഫോണിലേക്കൊന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ ശരിയായല്ലോ. എന്നിട്ട് മുത്തശ്ശിക്ക് ഫോൺ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന വന്നതിന് ശേഷം അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് അടുത്തൊരാളുണ്ടായാൽ മതി, ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് വിളി കേൾക്കാനായിട്ട്. മരുന്നെടുത്ത് തരുന്നതല്ലാതെ ഞാൻ ഇപ്പോൾ അവളെക്കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല, അവൾക്കും റെസ്റ്റൊക്കെ വേണ്ടേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അത് നന്നായി, കുറച്ച് കഴിയുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവളാണെങ്കിൽ എല്ലാം ചെയ്യാനും റെഡിയാ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ ശരി അമ്മ, ഞാൻ പോയി ഒന്ന് ഊണ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ ബാലേന്ദ്രൻ ഊണ് കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ചെമ്മീൻ ചമ്മന്തി. അത് കഴിച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, സൂപ്പർ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാവണം കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ കഴിക്കുന്നില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് കഴിച്ചോളാം. അങ്ങനെ അലീന മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ബാലേന്ദ്രൻ ഫോണിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിലെ റെക്കോർഡിംഗ് ഒക്കെ നോക്കുന്നുണ്ട്, ആളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ല, എന്നാലും വെറുതെ നോക്കുന്നുണ്ട്. ഊണ് കഴിച്ചതിന് ശേഷം ബാലേന്ദ്രൻ കിടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ റെക്കോർഡിങ്സൊക്കെ ഓണാക്കി നോക്കുന്നത്. അതിൽ അലീന രോഹിത്തിനെ വിളിച്ചതും അതുപോലെ തന്നെ അലീന രേവതിക്കുട്ടീനെ വിളിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 റെക്കോർഡിങ്ങും ബാലേന്ദ്രൻ ഓണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട് ബാലേന്ദ്രന്. അങ്ങനെ അലീനയ്ക്ക് അന്ന് സംഭവിച്ചത് എന്താണെന്ന് ബാലേന്ദ്രൻ അറിയുകയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ റൂമിൽ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ അലീന ഓരോ പണികളെടുത്ത് നടക്കുന്നത് കാണും കേട്ടോ.
അപ്പോൾ അലീനനെ കാണുമ്പോൾ ബാലേന്ദ്രൻ ആകെ സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. നാളത്തെ പ്രമോയിൽ മനു വരുന്നുണ്ട് കേട്ടോ. മനുവിന് അലീനയുടെ വയറ്റിൽ കുത്തിക്കയറിയ കത്രികയൊക്കെ ബാലേന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാം, ഇപ്പോൾ എനിക്കും കുറേ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്